വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതംസ് എന്നുള്ള യൂണിറ്റ് 7-ലെ അരേസ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാകും എന്താണ് അരേസ് എന്നൊക്കെ അല്ലേ. ബട്ട് നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഒരു അരേസ് മേ ബി ചിലപ്പം നമ്മൾ എത്രത്തോളം നമുക്ക് ഒരു IT ഫീൽഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അരേസ് ഈ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. നമുക്ക് അരേസ് പഠിച്ചാൽ മാത്രമേ ബാക്കി സോർട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചിലർക്കൊരു വലിയൊരു തലവേദന ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അപ്പോൾ അരേസ് നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. എന്താണ് അരേസ്, അതിലുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നു. അരേസിൻ്റെ ഓപ്പറേഷൻസ്, അരേസിൻ്റെ വാട്ട് ആർ ടൈപ്സ് ഓഫ് അരേസ് ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് അരേസ്, ആ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് അരേസ്? Arrays are defined as the collection of similar types of data. അപ്പോൾ നമുക്ക് ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അരേസിൽ എന്താണ് കളക്ഷൻ ഓഫ് സിമിലർ ടൈപ്സ് ഓഫ് ഡാറ്റ ഐറ്റം സ്റ്റോർഡ് അറ്റ് കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷൻ. അപ്പം കോണ്ടിഗ്യൂസ് മെമ്മറി ലൊക്കേഷനിൽ എന്താണ് നമ്മൾ അരേസിനെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഒരു പ്രോഗ്രാമിൽ നോക്കണേ ഇൻറ്റ് എ = 5 എന്ന് പറഞ്ഞാൽ എയിലെ ഇൻറ്റീജർ എന്നുള്ള 5 എന്നുള്ള വാല്യൂ ആഡ് ചെയ്തു. പക്ഷെ നമുക്ക് അടുപ്പിച്ചുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ നമുക്കൊരു സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പിലുള്ള അരേസ് അല്ലെങ്കിൽ സെയിം ഡാറ്റ ടൈപ്പിലുള്ള നമ്പേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അരേസ് യൂസ് ചെയ്യും. അതിനാണ് അരേസ് കളക്ഷൻ ഓഫ് സിമിലർ ടൈപ്സ് ഓഫ് ഡാറ്റ ദാറ്റ് ആർ സ്റ്റോർഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. And it is one of the simplest data structures where each data element can be randomly accessed by using its index number. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നമുക്ക് അറിയാം അരേസിൽ എങ്ങനെയൊക്കെ നമുക്ക് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് ആണ്, പക്ഷേ ഇൻ സിമിലർ ടൈപ്സ് ഓഫ് ഡാറ്റ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയാണ്, ബട്ട് സിമിലർ ടൈപ്സ് ഓഫ് ഡാറ്റ സെറ്റ്, ഡാറ്റ ഐറ്റംസ് ആണ്. അതായത് നമ്മൾ ഇഷ്ടംപോലെ ഡാറ്റകൾ നമ്മൾ കൊടുക്കും, പക്ഷേ അതിന് ഡാറ്റ സെറ്റ് എന്തായാലും സിമിലർ ആയിരിക്കും. മേ ബി ഇൻറ്റീജർ ആണ്, ഇൻറ്റീജർ തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യാം. അതാണ് അവിടെ പറയുന്നത്. നമ്മൾ ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് നമ്മൾ ആക്സസ് ചെയ്യുക, ഓരോ എലമെൻറ്റ്സിനും നമ്മൾ അങ്ങനെ ആക്സസ് ചെയ്യുക. ആൻഡ് ഇൻ C പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ CPP എന്ത് ചെയ്യാം, ദ ഡിറൈവ്ഡ് ടൈപ്സ് ദാറ്റ് ക്യാൻ സ്റ്റോർ ദ പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ഡാറ്റ സച്ച് ആസ് ഇൻറ്റ്, ക്യാർ, ഡബിൾ ആൻഡ് ഫ്ലോട്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു സീല് നോക്കാൻ എന്ത് ചെയ്യാം, ഒരു ഡിറൈവ്ഡ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. ദാറ്റ് ക്യാൻ സ്റ്റോർ പ്രിമിറ്റീവ്. നമുക്ക് ഡാറ്റ ടൈപ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട്, ഡിറൈവ്ഡ് ഉണ്ട് ആൻഡ് യൂസർ ഡിഫൈൻഡ്, ആ ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഡിറൈവ്ഡ് ടൈപ്സ് ഓഫ് ഡാറ്റയാണ്. അത് നമ്മൾ എന്തൊക്കെ സ്റ്റോർ ചെയ്യുക, പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡിറൈവ്ഡ് ഡാറ്റ അരയിൽ സ്റ്റോർ ചെയ്യുക. അതൊക്കെ ഇൻറ്റ്, ക്യാര്, ഡബിള്, ഫ്ലോട്ട്, ഈ ഒരു ടൈപ്പ് ഓഫ് ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യുക, അരയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. ആൻഡ് ഫോർ എക്സാമ്പിൾ എന്താണ് അര? ഇഫ് വി വാണ്ട് ടു സ്റ്റോർ ദ മാർക്സ് ഓഫ് എ student in 6 subjects, then we don't need to define a different variable. നമുക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിലോ ഒരു 6 സബ്ജക്റ്റ് ഉണ്ട്, അവർക്ക് മാത്സ്, ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ഇൻറ്റ് മാത്സ് = 5 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ ഇൻറ്റ് SSC അങ്ങനെ ഓരോന്നും നമുക്ക് സ്റ്റോർ ചെയ്യുന്ന പകരം എന്താണ് സുഖമാണ് എന്ത് അരയിൽ നമ്മൾ ആഡ് ചെയ്യുക. വി ഡോണ്ട് നീഡ് ടു ഡിഫൈൻ എ ഡിഫറെൻറ്റ് വേരിയബിൾ ഫോർ ദ മാർക്സ് ഇൻ ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. Instead, we can define an array that can store the marks in each subject at contiguous memory location. Contiguous memory location നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു അരേ ഡിഫൈൻ ചെയ്യുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ നമുക്കൊരു അരേ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോ നമ്പർ, ഓരോ മാർക്ക് അല്ലെങ്കിൽ ഓരോ എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ മാർക്കും ഓരോ ഇൻഡെക്സ് നമ്പറിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ആവശ്യമില്ല, ഓരോ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഓരോ ഡാറ്റേനെ അല്ലെങ്കിൽ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു അരേ മാത്രം ഡിഫൈൻ ചെയ്തിട്ട് സെറ്റ് ഓഫ് 6 എലമെൻറ്റ്സിൻ്റെ അരേ ഡിഫൈൻ ചെയ്ത് നമുക്ക് സിമ്പിളായിട്ടൊരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് നമുക്ക് ആഡ് ചെയ്യാം. ആൻഡ് ഈച്ച് എലമെൻറ്റ് ഇൻ ആൻ അരേ ഈസ് ഓഫ് ദ സെയിം ഡാറ്റ ടൈപ്പ് ആൻഡ് ക്യാരീസ് ദ സെയിം സൈസ്. സെയിം ഡാറ്റ ടൈപ്പ് ആയിരിക്കും ആൻഡ് സെയിം സൈസ് ആയിരിക്കും ഉണ്ടാകുക. Elements in the array are stored at a contiguous memory location from which the first element is stored at the smallest memory location. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് എന്താ, അതിൽ സ്മാളസ്റ്റ് ലൊക്കേഷനിലായിരിക്കും ഉണ്ടാകുക. ആൻഡ് എലമെൻറ്റ്സ് ഓഫ് ദ അരേ ക്യാൻ ബി റാൻഡംലി ആക്സസ്ഡ് സിൻസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ അഡ്രസ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദ അരേ വിത്ത് ദ ഗിവൺ ബേസ് അഡ്രസ്സസ് ആൻഡ് സൈസ് ഓഫ് എലമെൻറ്റ്. അപ്പോൾ നമുക്ക് ഒരു ബേസ് അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ അരേൻ്റെയും അഡ്രസ്സും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അരയിലുണ്ടാവും. ആൻഡ് ഒരു റെപ്രസെൻറ്റേഷൻ അരേ എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, ഇവിടെ ഒരു അരേ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലേ, ഇവിടെ ഇൻറ്റ് അരേ ഓഫ് 10. ഇതിലെന്ത് ചെയ്യുക,
10 എലമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അറേ നെയിമാണ് ഇൻഡ് അറേ ആൻഡ് 10 റെഫേഴ്സ് ടു സൈസ് ആൻഡ് ദ ടൈപ്പ് ഓഫ് അറേ. അറേൻ്റെ ടൈപ്പാണ് ഇൻഡിജർ ടൈപ്പ് അറേയാണ്. അതിൽ നമ്മൾ ഇൻഡിജർ ടൈപ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻഡെക്സ് സ്റ്റാർട്ട്സ് ഇത് 0. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡെക്സ് ഇത് 0th അറേയാണ്. ഇത് നമുക്ക് ആക്സസ് ചെയ്യുമ്പോൾ അറേ ഓഫ് 0 ആണ് 35 ആൻഡ് അറേ ഓഫ് 9 ആണ് 31. അപ്പോൾ നമ്മൾ 0 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10 ആണ് നമ്മുടെ സൈസ് എങ്കിലും അതിൻ്റെ ഇൻഡെക്സ് നമ്പർ വരിക അപ് ടു 9 ആയിരിക്കും. 0 to 9 ആയിരിക്കും. 0 എന്നാണ് അറേൻ്റെ ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. അത് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. അറേസ് ലെങ്ത് ഈസ് 10 വിച്ച് മീൻസ് വി ക്യാൻ സ്റ്റോർ 10 എലമെൻറ്റ്സ്. ഈച്ച് എലമെൻറ്റ് ഇൻ ദ അറേ ക്യാൻ ബി ആക്സസ്ഡ് വിയ ഇറ്റ്സ് ഇൻഡെക്സ്. ഇൻഡെക്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അറേ ഓഫ് 5 അല്ലെങ്കിൽ അറേ ഓഫ് 6 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ആക്സസ് ചെയ്തെടുക്കാം. ആൻഡ് റിക്വയർമെൻറ്റ് എന്തിനൊക്കെ നമ്മൾ അറേ നമ്മൾ എടുക്കുന്നത്, റിക്വയർമെൻറ്റ്സ് എന്താണ്? Sorting and searching a value in an array is a easier thing. Arrays are best to process multiple values quickly and easily. Arrays are good for storing multiple values in a single variable. നേരത്തെ പറഞ്ഞത് തന്നെ അതിൻ്റെ ഒരു വ്യത്യസ്ത രീതിയിലാണ് പറഞ്ഞത്. ഇന്ന സിംഗിൾ വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ആൻഡ് അറേസ് ഓപ്പറേഷൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ മേജറായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആൻഡ് എന്തൊക്കെയാണ് അറേസിൻ്റെ സ്പെക്കും അതുപോലെ അതിൻ്റെ ഓപ്പറേഷൻസ് ആണ്. നമുക്ക് ഓപ്പറേഷൻസ് ഏതൊക്കെ നോക്കാം. അറേസിൻ്റെ ഓപ്പറേഷൻസ് ട്രാവേഴ്സൽ, ഇൻസേർഷൻ, ഡിലീഷൻ, സെർച്ച്, അപ്ഡേറ്റ്. ഈ 5 ഓപ്പറേഷൻസ് ആണ് അറേക്കുള്ളത്. അപ്പോൾ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ദിസ് ഓപ്പറേഷൻ ഈസ് യൂസ്ഡ് ടു പോയിന്റ് ദ എലമെൻറ്റ്സ് ഓഫ് അറേ. ഒരു എലമെൻറ്റ് അറേസിലെ എലമെൻ്റ് ഒക്കെ എന്ത് ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രാവേഴ്സൽ. ആൻഡ് ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇൻസേർട്ട് ചെയ്യാൻ, ഒരു അറേയിൽ പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാനും എന്ത് ചെയ്യും, ഇൻസേർഷൻ ഓപ്പറേഷൻ ഉപയോഗിക്കും. ആൻഡ് ഡിലീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഡിലീറ്റ് ആൻ എലമെൻറ്റ് ഫ്രം ദ പർട്ടിക്കുലർ ഇൻഡെക്സ്. ഒരു ഇൻഡെക്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നേരത്തെ കണ്ട അറേയിൽ നമുക്ക് എന്ത് ചെയ്യുക, 5th ഇൻഡെക്സിലെ ഒരു എലമെൻറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, ആ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് നമുക്ക് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഡിലീഷൻ ഓപ്പറേറ്റർ. ആൻഡ് സെർച്ച് ഓപ്പറേറ്റർ ഇറ്റ് ഈസ് യൂസ് ടു സെർച്ച് ആൻ എലമെൻറ്റ്. ഒരു അറേയിലെ എലമെൻറ്റ് നമുക്ക് സെർച്ച് ചെയ്യുന്നത് ചെയ്യും, നമ്മൾ സെർച്ച് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ആൻഡ് അപ്ഡേറ്റഡ് ഓപ്പറേറ്റർ പർട്ടിക്കുലർ ഇൻഡെക്സ്, ഒരു ഇൻഡെക്സ് നമ്പർ നമുക്ക് മാറ്റണം. ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് സ്റ്റോർ ചെയ്തിട്ട് അത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് ചെയ്യും, ആ ഒരു ഇൻഡെക്സ് റെഫർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മേജറായിട്ട് 5 ഓപ്പറേഷൻസ് ആണ് വരുന്നത്: ട്രാവേഴ്സൽ, ഇൻസേർഷൻ, ഡിലീഷൻ, സെർച്ച്, അപ്ഡേറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഓപ്പറേഷൻസിന് നമുക്കൊരു കോഡ് വെച്ചിട്ട്, നമ്മൾ ഒരു C പ്രോഗ്രാമിംഗ് കോഡ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ എലമെൻറ്റ്സിനും വിസിറ്റ് ചെയ്യുക അല്ലേ. നമുക്ക് ഈ കോഡ് വെച്ച് നോക്കുമ്പോൾ ചെയ്യാം, ഇൻഡ് അറേ നമ്മൾ അറേ ഡിഫൈൻ ചെയ്യാണ്. ആ അറേയിൽ 5 എലമെൻറ്റ്സ് ആണുള്ളത്, 18, 30, 15, 70, 12. ഇങ്ങനെ ഒരു 5 എലമെൻറ്റ്സാണ് നമ്മുടെ അറേ AR എന്നുള്ള അറേയിലുള്ളത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻഡ് ഐ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു. പ്രിൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ, ജസ്റ്റ് ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഒക്കെ വിസിറ്റ് ചെയ്യാന്നാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം പ്രിൻറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒരു ഫോർ ലൂപ്പ് അറിയില്ലേ, for i = 0, i <5, i++. i <5 എന്ന് കൊടുക്കാൻ കാരണം എന്താ, i5ൻ്റെ ആവശ്യം, i = 5ൻ്റെ ആവശ്യം നമ്മൾ എന്ത് ചെയ്യാം, അറേയിൽ സ്റ്റാർട്ട് ചെയ്ത് 0ലാണ്. അപ് ടു 4 വരെ നമുക്ക് ഇത് പ്രിൻറ്റ് ചെയ്യാൻ ആവശ്യമുള്ളൂ. അപ്പോൾ 4 വരെ നമുക്ക് ഈ അറേ പ്രിൻറ്റ് ചെയ്യും. പ്രിൻറ്റ് ഓഫ് അറേ %d = %d i ആൻഡ് എയർ ഓഫ് i. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ആദ്യം 0th എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യും, നെക്സ്റ്റ് 1th എലമെൻറ്റ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് 4th എലമെൻറ്റ് വരെ പ്രിൻറ്റ് ചെയ്തിട്ട് 5th ആകുമ്പോൾ അത് അറേ ഓപ്പറേഷൻസ് ആ ഒരു ഫോർ ലൂപ്പ് നമ്മൾ സ്റ്റോപ്പ് ആകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ അറേയിലെ 5 എലമെൻറ്റ്സ് നമുക്ക് ഈസിലി ട്രാവേഴ്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ട്രാവേഴ്സിൻ്റെ ഒരു നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു എലമെൻറ്റ്സ് ഓഫ് ദ അറേസ് ആറിൻ്റെ നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഔട്ട്പുട്ടാണ്. ആൻഡ് നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ ട്രാവേഴ്സിൽ കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും. കാരണം ട്രാവേഴ്സ് ജസ്റ്റ് ആ ഫോർ ലൂപ്പ് വെച്ച് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് ഈസ് ഇൻസേർഷൻ, ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലേ, അതിന് നമ്മൾ ഇൻ്റെ അറേ ഓഫ് 20, നമ്മൾ ഒരു 20 സൈസുള്ള അറേ ഡിഫൈൻ ചെയ്തിട്ടുള്ള, അതിൽ നമ്മൾ 5 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് ഒരു n = 5 എന്നുള്ളൊരു എന്നിന് നമ്മൾ വാല്യൂ 5 കൊടുത്തു. അത് നമ്മൾ ഇൻസേർഷന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാവേഴ്സ് ചെയ്യണം. നേരത്തെ ട്രാവേഴ്സിൽ ഓപ്പറേഷൻ നമ്മളിവിടെ ചെയ്തിട്ട് ജസ്റ്റ് അറേസിനൊക്കെ ട്രാവേഴ്സ് ചെയ്തു, ആ എലമെൻറ്റ്സ് ഒക്കെ ഒന്ന് പ്രിൻറ്റ് ചെയ്തു, ബിഫോർ ഇൻസേർഷൻ പ്രിൻറ്റ് ചെയ്തു. ആൻഡ് x = 50, ഒരു x = 50 എന്നുള്ള ഒരു എലമെൻറ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിൻ്റെ പൊസിഷൻ എന്താക്കണം, 4th പൊസിഷനാണ്. ഇവിടെ പൊസിഷൻ എങ്ങനെ നമ്മൾ നോക്കുക, ഇത് 0th, 1, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4th. അപ്പോൾ നമുക്ക് ആ 12ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു 4th പൊസിഷൻ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പം 17ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 15 നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. നമുക്കിപ്പോൾ ഇവിടെ ഐട്രേറ്റ് ചെയ്തിട്ടുണ്ടോ n, ഇപ്പോൾ ഈ ഒരു നമുക്ക് ഈ ഒരു കോഡിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു n, ഈ ഒരു
ഈ ഒരു ട്രാവേഴ്സിൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ടാവും, ഈ എന്നിൻ്റെ വാല്യൂ എത്ര ആയിട്ടുണ്ടാകും, നമ്മൾ ഐ ലെസ് ദാൻ എൻ എന്നാണ്, എന്നിൻ്റെ വാല്യൂ 5 ആണ്. അപ്പം എന്നിൻ്റെ വാല്യൂ ഇവിടെ i++ കഴിഞ്ഞിട്ട് എന്നിൻ്റെ വാല്യൂ ഇവിടെ 5 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, x = 50, pos = 4, n++, എന്നിൻ്റെ വാല്യൂ 5 ആയിട്ടുള്ളത് എന്ത് ചെയ്യും, 6 ആക്കി എടുത്തു. കാരണം നമുക്കൊരു എലമെൻറ്റ് കൂടാണല്ലോ, അപ്പം 6 ആക്കി എടുത്തു. നമുക്കിവിടെ ഇനി എലമെൻറ്റിൽ ആഡ് ചെയ്യുന്ന ഒരു ഏരിയക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇവിടെ ഫോർ i = n-1, i less than equal to i greater than or equal to pos and i minus. അപ്പം അതിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്, ഇപ്പോൾ i ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാകും, നമുക്ക് ഇവിടെ ഒരു ട്രാവേഴ്സ് ചെയ്തിട്ട് i less than n5, അപ്പം i++1 അതിൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാകും, 4 ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. 4 ആണോ 5 ആണോ, 5. ഓക്കെ. i = n-1, ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്ര, എന്നിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത് 5 നമ്മൾ നേരത്തെ 6 ആക്കിയിട്ടുണ്ട്. അപ്പം i = n-1 എന്തായി, നമുക്ക് n = 6 ആണ്, n-1 എന്നുള്ളത് 5 ആണ്. അപ്പോൾ അതിൽ നമ്മൾ 5 സ്റ്റോർ ചെയ്തു. ആൻഡ് i എപ്പോൾ എന്ത് ചെയ്യണം, ഗ്രേറ്റർ ദാൻ പോസ്. ഇവിടെ പോസ് എത്രയാണ്, പോസ് = 4. അപ്പം i എപ്പോഴും ഗ്രേറ്റർ ആണ്. ആൻഡ് i മൈനസ് ആ ഒരു ഓപ്പറേഷൻ ചെയ്തെന്തോ AR of i, അതിൽ നമ്മൾ എന്ത് ചെയ്തു, AR of i എന്നുള്ളതിൽ ഇപ്പോൾ ഇവിടെ AR of 5ൽ, അതായത് 5th എലമെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, AR of i-1 എന്നുള്ള പൊസിഷനത്തെ എലമെൻറ്റിനെ നമ്മൾ ഇങ്ങോട്ട്, അതായത് 5th മാറ്റുകയാണ്. 4ലുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, 5th ഷിഫ്റ്റ് ചെയ്യാണ്, അതിൽ സ്റ്റോർ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് AR of pos -1 എന്ത് ചെയ്യണം, ഈ എക്സിലുള്ള വാല്യൂ നമുക്ക് ആഡ് ചെയ്യണം. എക്സ് എന്ന് പറഞ്ഞാൽ 4th എലമെൻറ്റ്. അപ്പോൾ 4th എലമെൻറ്റ് എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ 70 നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് അതിന് 5th മാറ്റി, അപ്പോൾ അതിലേക്ക് സ്റ്റോർ ചെയ്തു. അവിടെയാണ് നമ്മൾ ഈ കോഡ് യൂസ് ചെയ്യുന്നത്. AR of i = ഇതാണ് മേജർ തിങ്. AR of i = AR of i-1, അതിന് തൊട്ട് പിന്നിലുള്ള എന്ത് ചെയ്തു, AR of i ഇനീഷ്യേറ്റ് ചെയ്തു. ആൻഡ് AR of pos -1 എന്ത് ചെയ്തു, അതായത് ഈ ഒരു പൊസിഷനിലേക്ക് ഈ ഒരു എലമെൻറ്റ് ഇപ്പോൾ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ഈ 70 നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, 5th മാറ്റി. ഇപ്പം 70 4th എലമെൻ്റ് ആണ്, അതിലെന്ത് ചെയ്തു 5th എലമെൻ്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്തു. ആൻഡ് ഈ 70ൻ്റെ പൊസിഷൻ, അതായത് 4th പൊസിഷനിൽ എന്ത് ചെയ്തു, നമ്മൾ എക്സിനെ പിച്ച് ചെയ്യാണ്. അപ്പം എന്ത് ചെയ്യും, ഇതാണ് ഇതിൻ്റെ മേജർ തിങ്. ഈ ഒരു ഇൻസേർഷൻ്റെ മേജർ ഐട്രേഷൻ ഇവിടെ ഐട്രേറ്റ് ചെയ്യുകയാണ്. ആൻഡ് AR of i എന്ത് ചെയ്തു, AR of i- അതിന് തൊട്ട് പിന്നിൽ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്തു. അതായത് ഈ 70 എന്ത് ചെയ്തു, നമ്മൾ 5th എലമെൻ്റ് ആക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ്. ആൻഡ് ഈ 70 നിൽക്കുന്ന 4th പൊസിഷൻ, അതായത് pos -1, പോസ് ഇവിടെ എത്ര 4, അതായത് ആക്ച്വലി 4 എന്ന് പറഞ്ഞാൽ ആ ഒരു 4th പൊസിഷനിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ എക്സിനെ ആഡ് ചെയ്യാണ്. pos -1 യൂസ് ചെയ്യാൻ കാരണം 4th എലമെൻറ്റ് മീൻസ് 0th സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മൾ 3ൽ AR of 3ൽ എന്ത് ചെയ്യണം, ഈ ഒരു എക്സിനെ സ്റ്റോർ ചെയ്യണം. എക്സ് മീൻസ് 50 നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് പിന്നെ നമ്മൾ ട്രാവേഴ്സ് ചെയ്തു. ഇൻസേർഷൻ്റെ മേജർ തിങ് വരുന്നത് എന്താണ്, ഈ ഒരു 3 കോഡിലാണ് വരുന്നത്. ബാക്കി ഇവിടെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് ഇവിടെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് ആൻഡ് ആഫ്റ്റർ ട്രാവേഴ്സിൽ ഈ ഒരു ഔട്ട്പുട്ട് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇവിടെ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് 18, 13, 15 ആൻഡ് 4th എലമെൻ്റ് ആയിട്ട്, അതായത് AR of 3ൽ നമ്മൾ എന്ത് ചെയ്തു, 50ൽ ആഡ് ചെയ്തു. ആൻഡ് 70 പിന്നെ 12. അപ്പം നമ്മൾ 15 നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മേജറായിട്ട് ഇതിൽ ഈ ഒരു 3 കോഡാണ് നോക്കാനുള്ളത്, 3 ലൈൻസ് ഓഫ് കോഡ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഡിലീഷൻ. എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഡിലീഷൻ നമുക്ക് 2-3 തരത്തിൽ നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്കൊരു എലമെൻറ്റിനെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എലമെൻറ്റിനെ കണ്ടെത്തിയിട്ട് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ സിമ്പിളായിട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഐട്രേഷനും ട്രാവേഴ്സിലും കാര്യങ്ങളും ചെയ്തു. എത്ര എലമെൻറ്റ്സ് ഉണ്ട്, കാര്യങ്ങൾ എലമെൻറ്റ്സിൻ്റെ പൊസിഷൻ വെച്ച് നോക്കിയില്ലേ. ആൻഡ് ഇവിടെ നമുക്കുള്ളത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ 12നെ നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. AR of 4ലുള്ള 12നെയാണ് നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് നമ്മൾ ട്രാവേഴ്സ് ചെയ്തെടുത്തു, ഈ ഒരു എലമെൻറ്റ് ജസ്റ്റ് ട്രാവേഴ്സ് ചെയ്തെടുത്തു. ആൻഡ് 12നെ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സുഖമാണ്. എന്നിൻ്റെ സൈസ് ഒന്ന് കുറച്ച്, n5 ഉള്ള നമ്മൾ എന്ത് ചെയ്തു, 4 ആക്കിയെടുത്തു. ആൻഡ് n4 ആക്കിയാൽ എന്ത് ചെയ്തു, നമുക്ക് ഈ ഒരു 12 എന്നുള്ള മെമ്മറി നമ്മൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യാണ്, ആ ഒരു അരയെ നമ്മൾ വേർതിരിക്കുകയാണ്. അപ്പോൾ AR of 4ൽ എന്തുണ്ടാവില്ല, നമുക്ക് ഇനി എലമെൻറ്റ് ഉണ്ടാകില്ല. n = n-1 ആക്കിയാൽ പിന്നെ നമുക്ക് ട്രാവേഴ്സ് ചെയ്തെടുക്കുമ്പോൾ എന്ത് ചെയ്യുക, നമുക്കുണ്ടാകുക 18, 13, 15, 17. ആ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ട്രാവേഴ്സ് ചെയ്യാണ്. ലാസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു സെൻട്രൽ എലമെൻറ്റിന് ഡിലീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ 15 ആദ്യം ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതും ഇതുപോലെ ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക. ഇപ്പോൾ 15 ഡിലീറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 50 തേർഡ് പൊസിഷനാണ്. തേർഡ് പൊസിഷൻ മീൻസ് AR of 2 കിടക്കുന്നത് 50. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു 50 കിടക്കുന്നത് AR of 2. ഓക്കെ, AR of 15 നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ആ ഒരു 15 ഏത് പൊസിഷനിലാണ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ ഡിസ്ലൊക്കേറ്റ് ചെയ്യുക. മീൻസ് AR of 2 എന്ത് ചെയ്യുക, ഈ ഒരു AR of 3 എലമെൻറ്റിനെ സേവ് ചെയ്തെടുക്കുക. ആൻഡ് AR of 3 നമ്മൾ AR of 4 എലമെൻറ്റ് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു എലമെൻറ്റ് നമുക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്യാം. അതുപോലെ ഇതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് എലമെൻറ്റിനെ എങ്ങനെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് സെർച്ച് എങ്ങനെ നമുക്കൊരു സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ട്രാവേഴ്സ് ചെയ്തെടുത്തു. ആൻഡ് നമുക്ക് ഏത് എലമെൻ്റാണ് സെർച്ച് ചെയ്യേണ്ടത്, എലമെൻറ്റ് ടു ബി സെർച്ച്ഡ്. അപ്പോൾ ഇവിടെ എലമെൻറ്റ് സെർച്ച് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണേ, ആ ഒരു യൂസറോട് തന്നെ ചോദിക്കണം. അപ്പം എലമെൻറ്റ് നമുക്കറിയാം 18, 30, 50, 70, 12 എന്നുള്ള ഒരു അരയാണുള്ളത്. ഒരു എലമെൻറ്റ് ടു ബി സെർച്ച്ഡ് അത് നമ്മൾ യൂസറോട് ചോദിക്കുകയാണ്, ഫെച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പം 70 എന്ന് ടൈപ്പ് ചെയ്തണം. അപ്പം മീൻസ് 70 സെർച്ച് ചെയ്യുന്നത് എന്ത് ചെയ്യണം, ഇതാണ് അതിൻ്റെ മേജറായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് വൈൽ j <5, ഒരു അരേൻ്റെ സൈസ് എത്ര വരുന്നത് 5. അപ്പോൾ j <5 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഓരോ എലമെൻറ്റും AR of j, ഇവിടെ ജെൻ്റെ വാല്യൂ എത്രയാണ്, j = 0. സോ j = 0 എന്നുള്ളത് എന്ത് ചെയ്യണേ, 0 <5 ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഐറ്ററേറ്റ് ചെയ്തെടുക്കും. ഇങ്ങനെ AR of 0 = ഐറ്റം, ആ ഐറ്റം ആണോ ഈക്വൽ ടു ഓപ്പറേറ്റ് ഈക്വൽ ടു ആണോ നോക്കും. ഈക്വൽ ടു ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ 0 പിന്നെ 1 നോക്കി അതിലും അല്ല, ആൻഡ് 2 നോക്കി അതിലും അല്ല, 3 നോക്കി. 3 നോക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അത് ഈക്വൽ ടു ആണ് തരിക. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് ഓപ്പറേറ്റർ എന്ത് ചെയ്യും, വർക്ക് ആകും. സോ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, j = j+1. അപ്പോൾ നമ്മൾ j ഇവിടെ 3 ആയി കിട്ടുക, j = j+1 4 ആക്കി. ആൻഡ് പ്രിൻറ്റ് എലമെൻറ്റ് ഫൗണ്ട് അറ്റ് ദ പൊസിഷൻ j. അതായത് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കറക്റ്റ് പൊസിഷൻ വേണ്ടി വരില്ല, ഇത് 4th എലമെൻ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനാണ് എന്ത് ചെയ്ത് j = j+1 എന്നുള്ള ഓപ്പറേഷൻ ചെയ്യുന്നത്. സോ ഇതാണ് നമുക്ക് സെർച്ചിങ് ഓപ്പറേഷൻ. അതിൽ മേജറായിട്ട് വരുന്ന ഒരു കോഡ് എന്ന് പറഞ്ഞാൽ ഈ 3 ലൈൻസ് ഓഫ് കോഡാണ്. j <5 ആൻഡ് ഇഫ് AR of j ഈക്വൽ ടു ഓപ്പറേറ്റർ നോക്കുക, അത് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക. സോ അത്രയാണ് ഈ ഒരു സെർച്ചിങ് അൽഗോരിതത്തിൽ വരുന്നത്. ആൻഡ് അപ്ഡേറ്റ് എങ്ങനെ നമുക്കൊരു എലമെൻറ്റ് അപ്ഡേറ്റ് ചെയ്തെടുക്കാം. വോയിഡ് മെയിൻ നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രാവേഴ്സ് ചെയ്യണം, അതിൻ്റെ മേജർ കോഡ്. ആൻഡ് ഇതിൽ വരുന്നത് നമുക്ക് പോസ്റ്റ് 3 എന്ത് ചെയ്യണം, ഒരു 50 എന്നുള്ള എലമെൻറ്റ് നമുക്ക്, അതായത് തേർഡ് പോസ്റ്റിലേക്ക് എന്ത് ചെയ്യണം, 50 എന്നുള്ള എലമെൻറ്റ് മാറ്റിയെടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും, AR of post -1 = ഐറ്റം. സിമ്പിളായിട്ട് തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ മേജറായിട്ട് വരുന്നത് ഈ ഒരു കോഡാണ്. ഇതിൽ AR of post മീൻസ് 3 ആണ്. തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് 15 മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ നേരെ 50 ആക്കുകയാണ്. അപ്പം ആസ് പെർ കമ്പ്യൂട്ടർ എന്താണ്, ഈ തേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ AR of 2 കിടക്കുന്നത്. ആ 2 നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഐറ്റം സേവ് ചെയ്യുന്നു, ദെൻ അഗൈൻ ഐറ്ററേറ്റ്. അപ്പം ഇതിൽ മേജറായിട്ട് വരുന്ന അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു കറക്റ്റ് ഇൻഡെക്സ് വാല്യൂ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കറക്റ്റ് ഇൻഡെക്സ് വാല്യൂ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ആൻഡ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അതും നമുക്ക് അരേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അരേനെ ട്രാവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം അരേൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഉണ്ടായിട്ടുണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് അഡ്വാൻറ്റേജ് തന്നെ. നമുക്ക് അതിൽ അരേൻ്റെ മെയിൻ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻസേർഷൻ, ഡിലീഷൻ, അപ്ഡേഷൻ ആൻഡ് സെർച്ചിങ് അൽഗോരിതം, ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതിൽ മേജറായിട്ട് വരുന്നത് ഈ ഒരു ഇൻഡെക്സ് വാല്യൂ ഒന്നും നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഈ ഡിലീഷൻ ആയാലും അപ്ഡേഷനൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അരയിൽ ചെയ്യാം. ആൻഡ് അരേസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഡാറ്റ സ്ട്രക്ചർ അൽഗോരിതം. സോ ഇത്രയാണ് നമ്മൾ അരേസിൻ്റെ കാര്യത്തിൽ നമ്മൾ മേജറായിട്ട് പറയാം, ഓപ്പറേഷൻസും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻറ്റിൽ സജസ്റ്റ് ചെയ്യുക. ആൻഡ് ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിൽ ക്ലാസ്സോ കാര്യങ്ങളോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ റിക്വസ്റ്റിനനുസരിച്ചിട്ടുള്ള അടുത്ത ക്ലാസ്സുകൾ എന്തായാലും ഷുവറായിട്ട് ചെയ്തു തരും. ആൻഡ് താങ്ക് യു.